ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സത്യം പറഞ്ഞാൽ ഹലോ ഹായ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പോലും ഞാൻ മറന്നുപോയി ഓൺ യൂട്യൂബ്. ബിക്കോസ് അത്രയും ടച്ച് വിട്ടുപോയി. അപ്പോൾ ആൾക്കാരുടെ അടുത്ത് ചോദിക്കും, ഫസ്ബിനെ ഒളിവിലാണോ, ഫസ്ബിനെ മുങ്ങിയോ, ഫസ്ബിനെ പോലീസ് പിടിച്ചോ. വാട്ട് കൈൻഡ് ഓഫ് ക്രേസി ക്രേസി ക്വസ്റ്റ്യൻസ് ഐ ഹിയർ ഡെയിലി ഓൺ ഇൻസ്റ്റഗ്രാം. എനിക്ക് അവരോടൊക്കെ മറുപടി പറയണം എന്നുണ്ട്, പക്ഷേ എൻ്റെ ഇൻസ്റ്റഗ്രാം മെസ്സേജ് ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കുകയാണ്. ആൻഡ് എങ്ങനെ എൻ്റെ ഇൻസ്റ്റഗ്രാം മെസ്സേജ് ഓപ്ഷൻ ഡിസേബിൾ ആയെന്ന് ചോദിച്ചാൽ, എന്നെ ഒരുത്തും തെറി വിളിച്ചു, തിരിച്ച് ഞാൻ നാളെ അങ്ങോട്ട് പറഞ്ഞു. ഇപ്പോൾ ഇൻസ്റ്റയിൽ നമുക്ക് തെറി വിളിക്കാൻ പോലും പറ്റില്ല. ആൻഡ് ഐ എം വെരി കൈൻഡ് ടുവേർഡ്സ് പീപ്പിൾ റൈറ്റ് നൗ. കാരണം എൻ്റെ ഇൻസ്റ്റഗ്രാം പോവും, അതുകൊണ്ടാട്ടോ. ഇങ്ങോട്ട് തെറി വിളിച്ചാൽ പോലും അങ്ങോട്ട് തെറി വിളിക്കരുത്, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ദൃഢനിശ്ചയോടെ ഇരിക്കും. ഫസി നോ, അക്കൗണ്ട് പോകും, ഡോണ്ട് ഡു ഇറ്റ്, നോ 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 നോ. പക്ഷെ ചിലതിൽ ഞാൻ വീണ് പോകും കൂട്ടാ. അങ്ങനെ ഈ അടുത്ത് ഒന്നിൽ വീണ് പോയി. എനിക്ക് 30 ദിവസം മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാത്തത്. വേറെ ഒന്നുമല്ല. പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ അക്കൗണ്ട്, അതായത് റുഫയുടെ അക്കൗണ്ട് നിരക്കിന് ഒരു 11 അക്കൗണ്ട് അടിച്ചുപോയി. ബിക്കോസ് സെയിം യൂസർ നെയിം എന്തൊക്കെയോ കുറേ ബ്ലാ ബ്ലാ ബ്ലാ. ഇൻസ്റ്റഗ്രാം ഞാൻ അതുകൊണ്ട് ഉപേക്ഷിച്ചു. ഇൻസ്റ്റ ഈസ് നോട്ട് ദ കൈൻഡ് ഓഫ് പ്ലാറ്റ്ഫോം വേർ യു ക്യാൻ ഗ്രോ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മളിനി റിയാലിറ്റി ചെക്കിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഐ എം നോട്ട് സ്റ്റേയിങ് അറ്റ് മൈ ഹോം. ഐ ടുക്ക് മൈ ഓൺ അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഐ ഷിഫ്റ്റഡ്. ഐ ഹാവ് എ ജോബ്. ഭയങ്കര ലൈഫ് അപ്ഡേറ്റ്സ് ആയി പോയെന്ന് എനിക്കറിയാം. സോ ഐ സ്റ്റാർട്ടഡ് കുക്കിംഗ്. ഞാൻ കുറേ സാധനങ്ങൾ വയ്ക്കാൻ തുടങ്ങി. ആൻഡ് ആദ്യമായിട്ടാണ് ഞാൻ പാചകം ചെയ്യുന്നത്. ഇത്രയും നാൾ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ എണീക്കുന്നു, ഉമ്മ ഫുഡ് ഉണ്ടാക്കി തരുന്നു, കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഉച്ചയ്ക്ക് പിന്നെയും കഴിക്കുന്നു. ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത്, ബീങ് എ ഹൗസ് വൈഫ് ഇസ് ദ മോസ്റ്റ്. ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചെന്നല്ല കേട്ടോ, അങ്ങോട്ട് പോരുത്, അതല്ല. ബീങ് എ റെസ്പോൺസിബിൾ ഹ്യൂമൻ ബീങ് പ്രോബബ്ലിയാ. അപ്പോൾ അത് വലിയൊരു ടാസ്ക്കാണ് കുട്ട. ഡ്രസ്സ് അലക്കുക, ഡ്രസ്സ് മടക്കി വയ്ക്കുക. അതായത് ഞാനൊക്കെ ഡ്രസ്സ് അലക്കിയിട്ട് പോലുമില്ല, അത്രയും പത്തറ്റിക് സിറ്റുവേഷനിലാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. എല്ലാം ഉമ്മ ചെയ്യായിരുന്നു, ഉമ്മ വഷളാക്കി. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. ലൈക്ക് ഇത് തന്നെ ഒരു ജോലിയായിട്ട് എടുക്കാം. ബീങ് എ ഹൗസ് എൻ്റർപ്രനർ, സംതിങ് ലൈക്ക് ദാറ്റ്. സ്വന്തമായിട്ട് തുണി അലക്കണം, സ്വന്തമായിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് വേണ്ട, വൈകിട്ട് നമ്മൾ ചായയിൽ അഡ്ജസ്റ്റ് ചെയ്യും, രാത്രിയും ഫുഡ് ഉണ്ടാക്കണം. ആൻഡ് ഐ കൈൻഡ് ഓഫ് സ്റ്റാർട്ടഡ് കുക്കിംഗ്. ആൻഡ് അത് അടിപൊളിയൊരു സംഭവമാണ് എനിക്ക് മനസ്സിലായി. ആദ്യം എനിക്ക് കുക്ക് ചെയ്യാൻ മടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും ദേ ആർ ലൈക്ക്, ഫസിക്ക് കഴിവുണ്ട് കുക്കിങ്ങിൽ. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കേ. അപ്പോൾ ഞാൻ കുക്കിങ്ങിലോട്ട് ഇറങ്ങി അങ്ങ് വിവിധ തരം ഫുഡുകൾ ഉണ്ടാക്കി. ഐ വാസ് വെരി ഹാപ്പി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇവള് നിരക്കിനല്ല ഇൻസ്റ്റയിൽ ഇടുവാണല്ലോ. നോ, ഐ ആം നോട്ട് ദാറ്റ് പേഴ്സൺ എനിമോർ. കാണുന്നതും കിട്ടുന്നതും സന്തോഷങ്ങൾ മൊത്തം ഇൻസ്റ്റയിൽ പങ്കുവയ്ക്കുന്ന എൻ്റെ ആ മനോഭാവം ഞാൻ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ്. മേ ബി ഇനി ഭാവിയിൽ വരുമായിരിക്കും. ബിക്കോസ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് സ്ട്രീമിങ് വെരി സൂൺ. സോ അതിൻ്റെ കുറേ കാര്യങ്ങളുടെ പിന്നാലെ ഞാൻ പോകേണ്ടി വന്നു. പിന്നെ ജോലിയുടെ കാര്യം, എ ലോട്ട് ഓഫ് സ്റ്റഫ് ഐ ഡിഡ് ഇൻ ദിസ് ഹോൾ 1 month. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാണ്ടിരുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമല്ല. ഇനി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഒബ്വിയസ്ലി അബൌട്ടെന്നൊന്നുമില്ല, എനിക്കിഷ്ടമുള്ള കണ്ടൻറ്റുകൾ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഹെയ്റ്റ്, കുറേ പേര് ചോദിച്ചു ഇത്രയും കോൺട്രവേഴ്സി, അതായത് 365 ദിവസവും എങ്ങനെ ഇങ്ങനെ എയറിൽ നിൽക്കാൻ പറ്റുമോ. ചിലർ എയറിൽ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് ആൾ കാണത്തില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ എയറിൽ പോകും. ഇതങ്ങനെയല്ല. ഐ എം ഓൾവേസ് ഓൺ എയർ. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എയറിലാണ്. എന്നെ അവിടെ ഇരുത്തിയേക്കാണ്. ഫസി നീ ഇറങ്ങി വരണ്ട, നീ അവിടെ ഇരുന്നോളൂ, നമ്മൾ നോക്കിക്കോളാം, ഹെഡ്ലൈൻ ക്യാപ്ഷൻസ് എല്ലാം നമ്മൾ കൊടുത്തോളാം എന്നുള്ള രീതിയിലാണ് എൻ്റെ ജീവിതം. സോ ഐ ടുക്ക് സം ടൈം ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് ഐ വാസ് വെരി ഹാപ്പി. പക്ഷേ ഇതാണല്ലോ നമ്മുടെ വരുമാനം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ നിർത്താൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ഈസ് മൈ പാഷൻ ഓൾസോ. ഐ ലവ് ടേക്കിംഗ് വീഡിയോസ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അതങ്ങ് മാറ്റിയില്ല. ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ച് ക്ലോറിൻ വെള്ളമാണെന്ന് തോന്നുന്നു, മുടി ചാണാൻ പോലെ ആയിട്ടുണ്ട്. ആൻഡ് വേറെ ഞാൻ കുറേ സീരീസ് കാണും, ഫുട്ബോൾ കാണും. ഞാൻ റൊണാൾഡോയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഏതൊക്കെയോ കുറേ അലവലാദികൾ വന്നിട്ട് സീസ്ഡൽ ഫാൻ എന്ന്. ലിറ്ററലി എന്നെ അറിയത്തുപോലുമില്ല ഞാൻ എത്രത്തോളം CR7 ഫാനാണെന്നും അറിയത്തില്ല. ഞാൻ പോർച്ചുഗൽ ഫാനൊന്നുമല്ല, എനിക്ക് ആ ടീമിനെയും അത്ര താല്പര്യമില്ല. ബട്ട് ഐ എം എ റൊണാൾഡോ ഫാൻ. സോ അറിയില്ലാത്ത കാര്യം ചിലക്കാണ്ട് നിൽക്കുക. ഇത് ബാക്കി എല്ലാ കാര്യത്തിലും അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നിങ്ങൾക്ക് ഒരാളെ പറ്റി അറിയില്ല, യു ഡോണ്ട് നോ, ഈ ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ റിയൽ ഞാൻ എന്താണെന്നോ അറിയാണ്ട് വെറുതെ വന്നിരുന്ന് അവൾ അതാണ് അവൾ ഇതാണ്.
ഇറ്റ്സ് വെരി മാൻലി എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും. ഞാനത് പറഞ്ഞേക്കുന്നത് കമൻറ്റ് സെക്ഷനിൽ വന്ന് 2 തെറി പറഞ്ഞാൽ വലിയ സംഭവമാണ്. ആനമയിൽ ഒട്ടകമാണ് എനിക്കത്. കാണുന്നവർക്ക് അതിനേക്കാളും പുച്ഛം. ആൻഡ് ഐ എം യൂസ് ടു ഇറ്റ്. ഞാൻ ഇങ്ങനെ എൻ്റെ വീഡിയോയുടെ താഴെ ഒരു മോശം കമൻറ്റ് വന്നില്ലെങ്കിൽ ഐ വിൽ ബി ലൈക്ക്, ലോകം അവസാനിച്ചോ, ഇന്നെന്തോന്നും വരാത്തത്. എനിക്കത് ഭയങ്കര അത്ഭുതമാണ്. ഐ എം യൂസ് ടു ഇറ്റ്. അത്രയും ഞാൻ യൂസ്ഡ് ആയി, മനസ്സിലായോ? എനിക്കൊരു വീഡിയോയ്ക്ക് ഫുള്ള് പോസിറ്റീവ് വന്നാൽ എൻ്റെ മനസ്സിനൊരു ബുദ്ധിമുട്ടാണ്. ഫസി പോരാ, റീച്ച് പോരാ, അതുകൊണ്ടായിരിക്കും നെഗറ്റീവ് വരാത്തത് എന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് വരും. ഐ ഡോണ്ട് നോ, യു ക്യാൻ കോൾ ഇറ്റ് മാഡ്നെസ്, പക്ഷേ ഇതാണ് സത്യം. സോ റീസെൻ്റായിട്ട് ഐ ഫേസ്ഡ് എ വെരി ബാഡ് സിറ്റുവേഷൻ. ആൻഡ് അത് കുറേ പേരെടുത്ത് ട്രോളും മറ്റതും മറിച്ചതും ഒക്കെ ചെയ്തു. അപ്പോൾ ദേവർ ലൈക്ക്, ഫസ്മിനെ മുങ്ങി, ഫസ്മിനെ അതാക്കി, ഫസ്മിനെ ഇതാക്കി, ഫസ്മിനെ അത് കണ്ടൻ്റ് ആക്കി. കണ്ടൻ്റ് ആക്കാനാണെങ്കിൽ ജീവിതത്തിൽ വേറെ കുറേ സംഭവങ്ങൾ ഉണ്ട് കൂട്ടാ. ഇത് മാത്രമല്ല കണ്ടൻറ്റ്, അതും എവിടെ നിന്നും ഇല്ലാത്ത ഒരാളെ പിടിച്ച് നമുക്ക് കണ്ടൻ്റ് ആക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഐ നോ പീപ്പിൾ, ഐ നോ റിയൽ പീപ്പിൾ ഹൂ യു നോ ഐ ക്യാൻ മേക്ക് കണ്ടൻറ് ഔട്ട് ഓഫ്. പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഇഷ്ടംപോലെ വഴികൾ എൻ്റെ മുന്നിലുണ്ട്. പക്ഷെ അതല്ല, ഐ ഡിഡ് ദ റൈറ്റ് തിങ്. ഞാനിപ്പോഴും അതിൽ തന്നെ ഉറച്ചിരിക്കത്തുള്ളൂ. ഞാനത് എവിടെയും മാറ്റി പറയാനോ എവിടെയും ഇതാക്കാനോ നിൽക്കത്തില്ല. ഐ വിൽ ഡു ഇറ്റ്. അതായത് നിയമത്തിൻ്റെ മുന്നിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ സെയിം കാര്യം തന്നെ പറഞ്ഞിട്ടുള്ളൂ. സോ അതിന് എത്ര ട്രോൾ വന്നാലും ഐ ഡോണ്ട് കെയർ ലിറ്ററലി. ബിക്കോസ് ഞാൻ ചെയ്ത സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചെയ്തതിൽ തെറ്റില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ബട്ട് ദ തിങ് ഐ ഡിഡ് ഇസ്, ആദ്യം ഞാൻ സ്റ്റേഷനിൽ പോകണമായിരുന്നു. അതാണ് എനിക്ക് എൻ്റെ മിസ്റ്റേക്കായിട്ട് തോന്നുന്നത്. ആദ്യം സ്റ്റേഷനിൽ പോകുന്നതിന് മുന്നേ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ് മൈ മിസ്റ്റേക്ക് എന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് ടൈം സംതിങ് ഹാപ്പൻസ്, ആദ്യം തന്നെ ഞാൻ ആ വണ്ടി എടുത്ത് നമുക്ക് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. പക്ഷെ എൻ്റെ കഴിവിൻ്റെ പരമാവധി തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഫസ്റ്റ് നിയമത്തിൻ്റെ മുന്നിൽ ശിക്ഷിക്കും. ഇൻസ്റ്റാ കോടതികളൊന്നും അല്ല കേട്ടോ ഒറിജിനൽ നിയമം. ഇൻസ്റ്റാ കോടതികളൊക്കെ വീഴുന്നു എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. എവ്രിബഡി എന്നെ ട്രോൾ ചെയ്യുക ഓരോരുത്തരായി എൻ്റെ മുന്നിൽ ചാഞ്ഞുലഞ്ഞ് വീഴുന്നത് ഞാൻ കാണുന്നുണ്ട്. ബട്ട് ഐ എം നോട്ട് ലൈക്ക് ദം. ഞാൻ അവരെ പോലെ അവരെ കണ്ടൻ്റാക്കി അവരെ വിൽക്കാനോ അവരെ ട്രോളാനോ ഞാൻ വരുന്നില്ല. ഓൾ ദ ബെസ്റ്റ്. എനിക്കും അവരുടെ സത്യം അറിയത്തില്ല. ചിലപ്പോൾ അത് സത്യമായിരിക്കില്ല, ചിലപ്പോൾ സത്യമായിരിക്കും. ചിലർ സ്വന്തമായിട്ട് എക്സ്പോസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. വാട്ട് എവർ, എല്ലാവരും നല്ലപോലെ ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രശംസിക്കുന്നു. സ്പീച്ച് പറയുന്നത് ഞാനിരുന്ന്. ആൻഡ് ഓൾസോ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹെയ്റ്റ് എങ്ങനെ എടുക്കുന്നു എന്ന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു. ഇത്രയും ഹെയ്റ്റ് കിട്ടിയിട്ടും എങ്ങനെ ഇത്രയും, നമുക്കൊരു തൊലിക്കട്ടി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, മനസ്സിലായോ? ഇറ്റ്സ് ലൈക്ക് ഈ ഉള്ളിയുടെയൊക്കെ സ്കിൻ പോകത്തില്ലേ ഇങ്ങനെ എത്ര അങ്ങനെ, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷേ എൻ്റെ തൊലിക്കട്ടി വളരെ അപാരമായിട്ട് കൂടുതലാണ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് തൊലിക്കട്ടി. അതായത് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുലുക്കവും ഇല്ല. ഐ സിറ്റ് ലൈക്ക് ദിസ്. അതിപ്പോൾ എത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണേലും എന്ത് സംഭവിച്ചാലും ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ അപ്പുറത്തോട്ട് എന്നെ ഒന്നും ബാധിക്കത്തില്ല. എന്നെ ആരെന്ത് പറഞ്ഞാലും എവിടെ എന്തൊക്കെ വന്നാലും ഫേക്ക് ന്യൂസ് വന്നാലും എന്നെപ്പറ്റി എന്തൊക്കെ ആൾക്കാർ സംസാരിച്ചാലും എനിക്കത് ഇവിടെ പോലും എത്തത്തില്ല. എൻ്റെ ഒരു ചെവിയുടെ സൈഡിൽ പോലും അത് എത്താറില്ല. ഞാൻ അത് കാര്യമാക്കാറില്ല. ഇൻസ്റ്റയിൽ തന്നെ എൻ്റെ വീഡിയോസ് വരുമ്പോൾ ഞാനത് സ്ക്രോൾ ചെയ്ത് വിടാറ്. എന്താ അതിൽ ഫുള്ള് പറയുന്നതെന്നോ ഒന്നും ഞാൻ കേൾക്കാറില്ല. അത്രയും ഐ നോ, അത്ര ഇതാണ് ഞാൻ. സോ ദാറ്റ്സ് എ വേ ടു ഓവർകം ഹെയ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ എന്തൊരു കാര്യത്തിനും കോൺസിക്വൻസസ് ഉണ്ടാവും. ലൈക്ക് യൂസിങ് സോഷ്യൽ മീഡിയ, ഒബ്വിയസ്ലി നമുക്കെപ്പോഴും ആൾക്കാർ ചുച്ചു എന്ന് പറഞ്ഞിരിക്കത്തില്ല. നമ്മളെ അടിച്ച് ആക്ഷേപിച്ച് താഴെ ഇടും. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ലൈക്ക് ഇതിലും വലുത് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറം ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഓൾ ദിസ് എഫക്ട്സ് മീ എനി മോർ. ഇറ്റ്സ് ലൈക്ക് ബ്രിങ് ഇറ്റ് ഓൺ. ആ ഒരു സെറ്റപ്പ് എത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഇനി എനിക്ക് യൂട്യൂബിന് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ മുടി കൊഴിച്ചിൽ സെറ്റ് ചെയ്യാനുണ്ട്. ഇത് കണ്ടില്ലേ, ഐ ലുക്ക് ലൈക്ക് ഐ ഹാവ് സം ഡിസീസ്. അത്രയും ഞാൻ ക്ഷീണിച്ചു. കാരണം വീട്ടുജോലിയാണ് ഗൈസ്. ഇവിടെ കർട്ടൻ ഫിറ്റ് ചെയ്യുന്നു. ഇപ്പം എൻ്റെ ഫോണിലോട്ട് വരുന്ന കോൾസാണ് ഏറ്റവും കോമഡി. കാർപ്പൻ്റർ, കർട്ടൻ ഫിക്സർ, വൈഫൈ ചേട്ടൻ, വൈഫൈ ഇന്നാണ് എടുത്തത്. പിന്നെ ലൈറ്റ്, ഇലക്ട്രിസിറ്റി ബിൽ, മോട്ടർ കേടായാൽ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആൾക്കാർ സേവ് ചെയ്തേക്കുന്നത്. ദിസ് ആർ ദ കോൾസ് ഐ ഗെറ്റ്. ഞാൻ ആലോചിക്കും എൻ്റെ ലൈഫ് ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിലോട്ട് മാറാൻ. ഐ കുഡ് നോട്ട് ഫോക്കസ് ഓൺ റുഫ. എൻ്റെ പേജ് അധികം എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതെനിക്ക് കുറച്ചും കൂടെ അധികം സെറ്റാക്കണം. അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലൈഫ് അപ്ഡേറ്റ്സ്. ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഉടൻ തന്നെ. സോ ഫസ്മിന ഒളിച്ചോടിയിട്ടില്ല.